ജില്ലയിലെ തന്നെ ഏക സിന്തറ്റിക് ട്രാക്കാണ് പാലാ സ്റ്റേഡിയത്തിലേത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ട്രാക്ക് പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങി. പലതവണയുണ്ടായ പ്രളയമാണ് സിന്തറ്റിക് ട്രാക്ക് തകരാൻ കാരണമായത്. കൃത്യസമയത്ത് അറ്റകുറ്റപ്പണി നടത്താത്തത് ട്രാക്ക് പൂർണ്ണമായും തകരാൻ കാരണമായി. ഫിനിഷിംഗ് ലൈൻ അടക്കം പൊട്ടിപ്പൊളിഞ്ഞതോടെ ഇവിടെ മത്സരത്തിനിറങ്ങുന്ന കായിക താരങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഗ്രൗണ്ടിന്റെ പൈസ സാങ്ഷനായി 7 കോടി രൂപ ടെൻഡറും കൊടുത്തു. 5,90,00,000 രൂപയ്ക്ക് ഒരാൾ ടെൻഡർ എടുത്തു. ഇത് വർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആരോട് പറഞ്ഞു ഈ മഴയത്ത് വർക്ക് ചെയ്താൽ ഇത് മുഴുവൻ പോകും. അതതിൻ്റെ വൃത്തിയായ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഈ നേരമൊക്കെ ആകുമ്പോഴത്തേനും വേനൽ കഴിയുമ്പോൾ ഇത് റെഡിയായി കിട്ടും. അവർ മെയിൻ്റനൻസ് ഇല്ലെന്ന് മാത്രമല്ല, ഇവിടെ നടക്കുന്ന സ്പോർട്സ് ഇവന്റുകൾക്ക് ചാർജും കൂടെ ചെയ്യാം. കളിക്കളങ്ങൾ കളിക്കാനുള്ളതാണ്. പണ്ട് ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്നവരാ. ഇന്ന് പിള്ളേരൊക്കെ ഏതെങ്കിലും സ്കൂളുകാർ ഏതെങ്കിലും സ്പോർട്സ് ഫീൽഡ് നടത്തണമെങ്കിൽ ഇതിന് പോലും കാശ് മേടിച്ചിട്ടുണ്ട്. അത് ശരിയല്ലത്. സ്റ്റേഡിയം പുനരുദ്ധാരണത്തിൽ നഗരസഭയ്ക്കും കാര്യമായ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. നിലവിൽ കോട്ടയം റവന്യൂ ജില്ലാ കായികമേളയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പോലും സാധിക്കുന്നില്ല. നമുക്കത് ഫ്രണ്ടിലേക്ക് തീർക്കാൻ പാടാ. അത് സിന്തറ്റിക് കളറാക്കി ചെയ്യുന്ന പോലെയല്ല, അത് പോയതുകൊണ്ട് പാടാ. ഈ സ്പൈസിന് കിട്ടുന്നില്ല ഇല്ല. പിന്നെ ഓടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ട്രാക്ക് നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ 7 കോടി രൂപ അനുവദിച്ചിരുന്നു. ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തത്. എന്നാൽ മഴയാണെന്ന് പറഞ്ഞ് നവീകരണം നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇപ്പൊ ശരിയാക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. പക്ഷേ ഒരു മാറ്റവുമില്ല. എന്തായാലും ഈ കുട്ടികളുടെ പെർഫോമൻസിനെയും ഈ ഗ്രൗണ്ട് കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.